നമസ്കാരം, ഞാൻ പരമേശ്വർ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഡിസംബർ മാസത്തിലെ മകീരത്തര, തിരുവാതിര, പുണർതം, മുക്കാലും മിഥുനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാ വീഡിയോയിലും പൊതുവെ പറയാറുള്ളത് പോലെ തന്നെ ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ മിഥുനക്കൂറുകാർക്ക് 15-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് 6-ലാണ്. അതിനുശേഷം 7-ലേക്ക് വരും. 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള, നമുക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രു ദുഃഖ രോഗശമനം, അതായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഏതെങ്കിലും വിധേന ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ ദുരിതങ്ങൾക്കും ശമനം, ശാന്തി വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 15-ാം തീയതി വരെ സൂര്യൻ 6-ൽ നിൽക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം സൂര്യൻ 7-ലേക്ക് വരുമ്പോൾ ഉദരവ്യാധി ഉണ്ടാവുക, വഴിനടക്കലുണ്ടാവുക അത്ര നല്ല ഫലമല്ല. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അല്ലേ. ഇപ്പോൾ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെ ഈ 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2-ാം ഭാവത്തിലാണ് ചൊവ്വ. ചൊവ്വയ്ക്ക് ഈ മാസവും മാറ്റമൊന്നുമില്ല, കഴിഞ്ഞ മാസവും മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കഴിഞ്ഞ മാസത്തെ ഫലത്തെ തന്നെയായിരിക്കും ഈ മാസവും സൂചിപ്പിക്കാനിടവരിക എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. എന്തായാലും മിഥുനക്കൂറുകാർക്ക് ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ചൊവ്വ 2-ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2-ാം ഭാവം കൊണ്ടാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്. നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായിട്ടുള്ള വിശേഷപ്പെട്ടതായിട്ടുള്ള രേഖകൾ, ധനം, ഇതൊക്കെ അപഹരിക്കപ്പെട്ടു കൊണ്ടുപോകാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. തസ്കര ഭയം വന്നു ചേരുക. അപ്പോൾ നമ്മളുടെ ഈ പുതിയ കാലഘട്ടത്തിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്തത് ഓൺലൈൻ മുഖേനയാണല്ലോ. അപ്പോൾ ഓൺലൈൻ മുഖേന കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് പരിചിതമല്ലാത്തവർ നമ്മളുടെ ഫോണിലേക്ക് ഓരോ ലിങ്കൊക്കെ അയച്ചു തന്ന് അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും ആ ലിങ്കൊന്നും ഒരിക്കലും നമ്മൾ ഓപ്പൺ ചെയ്യരുത്. കാരണം ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും. അപ്പോൾ നമ്മളുടെ ഫോണിലുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചൊവ്വ 2-ൽ നിൽക്കുമ്പോൾ അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശത്രുക്കൾ നിമിത്തം തന്നെ ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. മനോവിചാര വ്യാധികൾ ഉണ്ടാവുക. അപ്പോൾ ആ 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ലല്ലോ ഇതുവരെ സൂചിപ്പിച്ചത് എന്ന് മനസ്സിലാക്കി ഈ മോശമായിട്ടുള്ള ഫലങ്ങളെ എല്ലാം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട്, കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നമുക്കറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഇതേപോലുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളൊക്കെ ജപിച്ചാൽ, ഭദ്രകാളീശ്വരിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചൊവ്വയെ കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിച്ചത് എങ്കിൽ പോലും 6-ലാണ് ബുധൻ നിൽക്കുന്നത്. 6-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക, നല്ല ഫലം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്ഥാന അഭ്യുന്നതി വന്നു ചേരുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക. 12-ലെ വ്യാഴത്തെ കൊണ്ട് വീണ്ടും മോശഫലത്തെ സൂചിപ്പിക്കുന്നു മിഥുനക്കൂറുകാർക്ക്. പലവിധേന വഴിനടക്കലുണ്ടാവുക, അലച്ചിലുണ്ടാവുക, ഏത് കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ നല്ല ഫലം വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. തടസ്സങ്ങൾ വന്നു ചേരുന്നൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. പലവിധ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലയളവിനെയാണ് 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെയാണ് മനസ്സിലെത്തി പ്രാർത്ഥിക്കേണ്ടത്. നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. പൊതുവേ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലെത്തി തൊഴുതാൽ മതി. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ജപിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. ഇപ്പോൾ വിദേശത്തുള്ളവർക്കും അകലെയുള്ളവർക്കൊക്കെ എല്ലാ ദിവസവും ഗുരുവായൂർക്ക് വരിക, എല്ലാ മാസവും തന്നെ ഗുരുവായൂർക്ക് വരിക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ.
പക്ഷേ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുന്നതിന് യാതൊരു തടസ്സമില്ലല്ലോ. എന്തായാലും രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഈ 12 നിൽക്കുന്ന വ്യാഴം അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. ഇപ്പോൾ വ്യാഴത്തെ കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിച്ചത് എങ്കിൽ 8 നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലത്തെ വീണ്ടും സൂചിപ്പിക്കുന്നു. 8 നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗൃഹാരംഭ പ്രവർത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക. ഗൃഹാരംഭ പ്രവർത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് അത്ര ലളിതമായിട്ടുള്ളൊരു ഫലമൊന്നുമല്ല. ജീവിതത്തിൽ നമുക്ക് വളരെ അപൂർവം വന്നു ചേരുന്ന ഒരു നിമിഷമാണല്ലേ. എല്ലായ്പ്പോഴും ഗൃഹാരംഭ പ്രവർത്തികൾ നമുക്ക് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ആരംഭിക്കാൻ പറ്റില്ലല്ലോ. ഗൃഹാരംഭ പ്രവർത്തികൾ ആരംഭിക്കുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് 8 നിൽക്കുന്ന ശുക്രനെ കൊണ്ട്. അത്രയില്ല എങ്കിൽ പോലും ഗൃഹം മോടി പിടിപ്പിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, കുടുംബ സുഖം വന്നു ചേരുക. 8 നിൽക്കുന്ന ശുക്രൻ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. മിഥുനക്കൂറുകാർക്ക് 9-ലാണ് ശനി. 9 നിൽക്കുന്ന ശനി ഭാഗ്യസ്ഥാനവും കൂടിയാണ് 9. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നു. ധനപരമായിട്ടും ശനി 9 നിൽക്കുമ്പോൾ അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ധനങ്ങൾ കുറയുക, അതേപോലെ തന്നെ നമുക്ക് ധർമാചരണങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരിക. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഉണ്ടല്ലോ, ശുഭകാര്യങ്ങൾ, അത് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കുക. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പുണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോൾ അടുത്ത മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.